ചരിത്രം നോക്കിയാൽ മനുഷ്യൻ പേനയൊന്തേറ്റുള്ളത് വിജ്ഞാനത്തിനും വിപ്ലവത്തിനും വേണ്ടിയാണ്. എന്നാൽ പ്രപഞ്ചത്തിന്റെ ഏതോ ഒരു ഇരുണ്ട കോണിലിരുന്ന് സാത്താൻ നേരിട്ട് വചനങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഒരു മനുഷ്യൻ വിറയ്ക്കുന്ന കൈകളോടെ എഴുതി തീർക്കുകയും ചെയ്ത ഒരു പുസ്തകമുണ്ട്. കേവലം പീഡിപ്പിക്കാനുള്ള ഒരു ഹൊറർ കഥയല്ലിത്. വത്തിക്കാന്റെ ഏറ്റവും രഹസ്യമായ ഭൂഗർഭാറകളിൽ വെളിച്ചം പോലും കാണിക്കാതെ ഇന്നും പൂട്ടിയിട്ടിരിക്കുന്ന ആഗോള നിഗൂഢത, ദ ഗ്രാൻഡ് ഗ്രിമോയർ അഥവാ റെഡ് ഡ്രാഗൺ. പലരും വിചാരിച്ചിരിക്കുന്നത് ഇതിലെ വരികൾ വായിച്ചാൽ പ്രേതം വരുമെന്നാണ്. എന്നാൽ ചരിത്രം പറയുന്നത് മറ്റൊന്നാണ്. ഇതിലെ ഒരു വരി അറിവില്ലാതെ ഉച്ചരിച്ചാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് മരണമല്ല, മറിച്ച് നിങ്ങളുടെ ആത്മാവ് നരകത്തിൽ ലൂസിഫറുടെ സിംഹാസനത്തിന് മുന്നിൽ ചെന്ന് നിൽക്കേണ്ടി വരുമെന്നാണ്. ആ കളിക്ക് നിൽക്കാൻ ധൈര്യമുള്ളവർ മാത്രം ഈ വീഡിയോ മുഴുവൻ കാണുക. വർഷം 1512 ജർമ്മനിയിലോ ഈജിപ്തിലോ വെച്ചാണ് ഇത് കണ്ടെത്തുന്നത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ സോളമൻ രാജാവിന്റെ പുരാതനമായ മാന്ത്രിക ലിപികളിൽ നിന്നാണ് ഇത് പകർത്തിയതെന്നും ചിലർ പറയുന്നു. ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ എഴുതിയിരിക്കുന്നത് കേട്ടാൽ ഏതൊരു മനുഷ്യന്റെയും ചോരയുറഞ്ഞു പോകും. ആന്റോണിയോ വെനീഷ്യാന ഡെൽ റബീന എന്ന മന്ത്രവാദിക്ക് സാത്താൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു കൊടുത്തതാണ് ഇതിലെ ഓരോ വരിയും. മറ്റ് ഗ്രിമോയറുകളിൽ പിശാചുകളെ ഓടിക്കാനുള്ള വഴികളുണ്ടെങ്കിൽ ഇതിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ: സാത്താനുമായി എങ്ങനെ ഒരു കരാറിൽ ഏർപ്പെടാം. പാക്ട് വിത്ത് ദ ഡെവിൾ. നിങ്ങളുടെ ആത്മാവിനെ ലൂസിഫറിന് പണയം വെച്ചുകൊണ്ട് ഈ ഭൂമിയിലെ എല്ലാ സമ്പത്തും അധികാരവും എങ്ങനെ സ്വന്തമാക്കാമെന്ന് കൃത്യമായ മാന്ത്രിക സമവാക്യങ്ങളിലൂടെ ഇതിൽ വിവരിക്കുന്നു. ഈ പുസ്തകം 2 ഭാഗങ്ങളിലായാണ് തിരിക്കപ്പെട്ടിരിക്കുന്നത്. ആദ്യ ഭാഗം സാധാരണക്കാരന് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര ഭീകരമാണ്. നരകത്തിലെ പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്ന ലൂസിഫ്യൂജ് റൊഫോക്കേൽ എന്ന ഉഗ്രമൂർത്തിയെ എങ്ങനെ വിളിച്ചു വരുത്തണമെന്ന് ഇതിൽ കൃത്യമായി പറയുന്നു. സാത്താൻ കഴിഞ്ഞാൽ നരകത്തിലെ എല്ലാ സമ്പത്തിന്റെയും അധിപനാണ് ഈ പിശാച്. പക്ഷേ ഒരു നിബന്ധനയുണ്ട്: അവനെ വിളിച്ചു വരുത്തണമെങ്കിൽ നിങ്ങൾ സാധാരണ ചോരയോ കോഴിയോ കൊടുത്താൽ പോരാ, പകരം നിങ്ങളുടെ ആത്മാവിനെ അവന് എഴുതി കൊടുക്കണം. കരാറൊപ്പിട്ടാൽ 20 വർഷത്തേക്ക് ഈ ഭൂമിയിലെ ഏത് വലിയ രാജാവിനേക്കാൾ വലിയ പണക്കാരനായി ലൂസിഫ്യൂജ് നിങ്ങളെ മാറ്റും. എന്നാൽ 20ാമത്തെ വർഷം ഒരൊറ്റ സെക്കൻഡ് പോലും അവൻ കാത്തു നിൽക്കില്ല. നിങ്ങളുടെ ആയുസ്സും ജീവനും ആത്മാവും അവൻ നരകത്തിലേക്ക് വലിച്ചു കീറിക്കൊണ്ടുപോകും. ഇതിന്റെ 2ാം ഭാഗത്തിൽ കറുത്ത മാന്ത്രിക വിദ്യകൾ, മരണമില്ലാത്ത ഒടിയൻ വിദ്യകൾ, ശത്രുവിനെ ഒരൊറ്റ രാത്രി കൊണ്ട് ഇല്ലാതാക്കാനുള്ള ആഭിചാരങ്ങൾ എന്നിവയാണ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ റെഡ് ഡ്രാഗൺ എന്ന് വിളിക്കുന്നത്. തൊട്ടാൽ ഭസ്മമാക്കുന്ന തീ തുപ്പുന്ന ഡ്രാഗൺ. ഇത്രയും ഭീകരമായൊരു പുസ്തകം ഇപ്പോൾ എവിടെയാണുള്ളത്? അതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ കേന്ദ്രമായ വത്തിക്കാന്റെ അപ്പസ്തോലിക് ആർക്കൈവ്സിൽ കിലോമീറ്ററുകൾ നീളുന്ന ഭൂഗർഭാറകളിൽ ഈ പുസ്തകം അതീവ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഒരു സാധാരണക്കാരനും അത് കാണാനോ തൊടാനോ അനുവാദമില്ല. പലരും ചോദിക്കാറുണ്ട്, ഇത്രയും ദൈവവിശ്വാസമുള്ള വത്തിക്കാൻ എന്തുകൊണ്ടാണ് ഈ സാത്താന്റെ പുസ്തകം നശിപ്പിച്ചു കളയാത്തത്? അവിടെയാണ് കളി. ഇതിലെ വരികൾ നശിപ്പിച്ചാൽ പ്രപഞ്ചത്തിന്റെ സമതുലിതാവസ്ഥ തെറ്റുമെന്നും ഇതിലടങ്ങിയിരിക്കുന്ന നെഗറ്റീവ് എനർജി പുറത്തേക്ക് വിട്ടാൽ അത് മനുഷ്യരാശിയുടെ നാശത്തിന് കാരണമാകുമെന്നും അവർ ഭയപ്പെടുന്നു. തിന്മയെ ഇല്ലാതാക്കാൻ കഴിയില്ല, അതിനെ പൂട്ടിവെക്കാനേ കഴിയൂ. വത്തിക്കാൻ ചെയ്യുന്നതും അതാണ്. അപ്പോൾ മറ്റു ചിലർ പറയും, ഇതൊക്കെ വെറും അന്ധവിശ്വാസമല്ലേ? എന്നാൽ ഒന്നുറപ്പിച്ചോളൂ, അന്ധവിശ്വാസമാണെങ്കിൽ വത്തിക്കാൻ ഒരിക്കലും ഇതിന് കാവൽ നിൽക്കില്ല എന്നു. ശാസ്ത്രം ഇന്നും ഉത്തരം കണ്ടെത്താനാകാതെ തല പുകയ്ക്കുന്ന ചില ഇരുണ്ട സത്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. അതിലൊന്നാണ് ഗ്രാൻഡ് ഗ്രിമോയർ.